ഈ ലോകത്ത് നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഇഷ്ടപ്പെട്ടാലോ അത് അധികകാലം നീണ്ടു നിൽക്കാറില്ല. കാരണം ഈ ലോകം ഡെയിലി മാറിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് മനുഷ്യരും മാറും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ വിചാരിക്കുക, ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ തനിച്ചാണ്, ഇനി പോകുമ്പോഴും തനിച്ചായിരിക്കും, അതിന്റെ ഇടയിലുള്ളതെല്ലാം വെറും താൽക്കാലികം മാത്രം. എന്നാൽ ചില ആളുകളാണ് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ഒരുമിച്ച് വരുന്നത്, അവരാണ് ട്വിൻസ്. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ട്വിൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്വിൻസിന് പൊതുവെ ഒരേപോലെയായിരിക്കും പേരിടുന്നത്, ഒരേപോലെയായിരിക്കും അവർ ഡ്രസ് ഇടുന്നത്, ചില സമയത്ത് അവരുടെ ചിന്തകൾ പോലും ഒരേപോലെ ആയിരിക്കും. ഈ കഥയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ തുടക്കത്തിലേക്ക് പോകണം. ഓബ്രെ ഗിബൺസും ഗ്ലോറിയയും 1960 കല്യാണം കഴിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്നത്. അവിടെ അവർ വന്ന് താമസം തുടങ്ങി 1963 ഏപ്രിൽ 11 സുന്ദരികളായ 2 ഇരട്ടക്കുട്ടികൾ അവർക്ക് ജനിച്ചു. രണ്ടും പെൺകുട്ടികൾ. ഒരാൾക്ക് ജൂൺ എന്നും മറ്റേയാൾക്ക് ജെനിഫർ എന്നും അവർ പേരിട്ടു. ജൂണും ജെനിഫറും എല്ലാ കുട്ടികളെയും പോലെ നോർമലായി തന്നെയാണ് വളർന്നു വന്നത്. സാധാരണ ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ ഇവർ രണ്ടുപേരും ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനായി വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാനായി ഗ്ലോറിയ ഇവരെ ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച ഗ്ലോറിയ കണ്ടത്. ഗ്ലോറിയ ഒരു ദിവസം ഇവരുടെ റൂമിന് മുന്നിലൂടെ പോയപ്പോൾ ജൂണും ജെനിഫറും പരസ്പരം എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്ലോറിയ കണ്ടു. ഇത് കണ്ട് അന്തം വിട്ടു നിന്ന ഗ്ലോറിയ അവർ പരസ്പരം എന്താണ് സംസാരിക്കുന്നതെന്ന് മറഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരുന്നു. അവരുടെ സംസാരം കേട്ടെങ്കിലും അവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് ഗ്ലോറിയയ്ക്ക് ഒട്ടും മനസ്സിലായില്ല. കാരണം അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ജൂണിനും ജെനിഫറിനും മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയിലാണ്. അവർ രണ്ടുപേരും അവർക്ക് വേണ്ടി ഒരു ലാംഗ്വേജ് തന്നെ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് അത് കേൾക്കുന്ന മറ്റാർക്കും തന്നെ ഒന്നും മനസ്സിലാകില്ല. അങ്ങനെ ഗ്ലോറിയ ഇവരെ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ളവർക്ക് മനസ്സിലായത് ജൂണും ജെനിഫറും സംസാരിക്കാറില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ സ്കൂൾ ലൈഫും വളരെയധികം കഠിനമായിരുന്നു. ആരോടും ഇവർ സംസാരിക്കില്ല. ഇനി സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്കിടയിൽ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കും. ഇവർ സംസാരിക്കുന്നതാണെങ്കിലോ മറ്റാർക്കും തന്നെ കേട്ടാലും മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾ ജൂണിനെയും ജെനിഫറിനെയും സ്ഥിരമായി കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് ക്ലാസ് വിടുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ടീച്ചർ ജൂണിനെയും ജെനിഫറിനെയും വീട്ടിലേക്ക് അയക്കും. കാരണം ഇവരെ ഒരുമിച്ച് വിട്ടാൽ മറ്റു കുട്ടികൾ ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കും. ജൂണിനും ജെനിഫറിനും ശരിക്കും എന്താണ് പ്രോബ്ലം എന്നറിയാനായി ഇവരെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് രണ്ടുപേർക്കും സെലക്റ്റീവ് മ്യൂട്ടിസം എന്നൊരു ഡിസോർഡർ ഉണ്ടെന്ന്. പൊതുവെ ഈ അസുഖമുള്ള കുട്ടികൾ ആരോടും സംസാരിക്കാതെ എപ്പോഴും ഏകാന്തതയിലായിരിക്കും. എന്നാൽ ഇവർ ട്വിൻസ് ആയതുകൊണ്ട് ഇവർക്കിടയിൽ മാത്രം സംസാരിച്ച് ഇവർ മറ്റൊരു ലോകം ഇവർക്കുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ജൂണിന്റെയും ജെനിഫറിന്റെയും റൂമിലേക്ക് അവർ മറ്റാരെയും കടത്തിവിടില്ല, ഒരാളൊഴികെ. റോസി, ജൂണിന്റെയും ജെനിഫറിന്റെയും അനിയത്തി. റോസി പറഞ്ഞത് എന്താണെന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജൂണിന്റെയും ജെനിഫറിന്റെയും ഒപ്പം ഇരിക്കാനാണെന്നാണ്. ആരോടും സംസാരിക്കില്ലെങ്കിലും അവർ വളരെ ഫണ്ണാണെന്നും വളരെയധികം ജോളിയാണെന്നും റോസി പറഞ്ഞു. അതുമാത്രമല്ല, പെട്ടെന്ന് ജൂണും ജെനിഫറും മാത്രം തങ്ങൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതും നിർത്താതെ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് പേടിയാകാറുണ്ടെന്നും റോസി പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം ഇവരുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് തീ പിടിച്ച് കത്തി നശിച്ചു. എന്നാൽ അതിന്റെ റീസൺ കണ്ടെത്താനാകാതെ പോലീസ് ആ കേസ് വേഗം തന്നെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഗ്ലോറിയ ജെനിഫറിന്റെ ഡയറി എടുത്ത് നോക്കിയപ്പോഴാണ്, എന്റെ വീടിനടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒരു ദിവസം ആരും അറിയാതെ ഞാനതിന് തീയിട്ടു. അത് കത്തിയിരിഞ്ഞ് നശിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടത്. അതുമാത്രമല്ല, തന്റെ ഹാപ്പിനെസ് എന്താണെന്ന് താൻ കണ്ടെത്തിയെന്നും അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഇനിയും താൻ ചെയ്യുമെന്നും ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യം ഉടനെ തന്നെ ഗ്ലോറിയ പോലീസിനെ വിളിച്ചറിയിച്ചു. അങ്ങനെ രണ്ടുപേരെയും ജയിലിലിട്ട ശേഷം അവർക്കിടയിൽ വെറുപ്പ് വരാൻ തുടങ്ങി. ഒരു ദിവസം ജെനിഫർ ജൂണിനെ കഴുത്തിൽ റോപ്പിട്ട് കൊല്ലാൻ വരെ ശ്രമിച്ചു. ഇവരുടെ കേസിൽ കോടതി വിധി എന്തായിരുന്നെന്നാൽ ഇവരെ രണ്ടുപേരെയും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും ഇവരെ ഒരുമിച്ചിടാതെ സെപ്പറേറ്റ് ആയി മാറ്റണമെന്നുമായിരുന്നു. അങ്ങനെ പരസ്പരം സംസാരിക്കാനാവാത്തതുകൊണ്ട് ജെനിഫർ ജൂണിനൊരു ലെറ്റർ എഴുതി അയച്ചു. ആ ഒരു ലെറ്ററിൽ താൻ ഉടനെ തന്നെ മരിക്കുമെന്നും എനിക്ക് വേണ്ടി നീ ജീവിക്കണമെന്നും ജെനിഫർ എഴുതിയിരുന്നു.
എഴുതിയിരുന്നു. ഈ ലെറ്റർ എഴുതി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ജെനിഫർ മരണപ്പെടുകയും ചെയ്തു. മരണകാരണം ഹാർട്ട് അറ്റാക്ക്. ജെനിഫറിന്റെ മരണശേഷം ജൂണും ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് കരുതിയെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ജെനിഫറിന്റെ മരണശേഷം ജൂൺ കുറച്ചുകൂടി നോർമലാവാൻ തുടങ്ങി. എല്ലാവരോടും നന്നായി സംസാരിക്കാൻ തുടങ്ങി. ഡെയിലി ജിമ്മിൽ പോകാൻ തുടങ്ങി. ജെനിഫർ മരിച്ചതിന്റെ ഒരു തരി വിഷമം പോലും ജൂണിനുണ്ടായിരുന്നില്ല. ചില റിപ്പോർട്ടേഴ്സ് ജൂണിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു. അതിൽ ഒരു ഇന്റർവ്യൂവിൽ ജൂൺ പറഞ്ഞതെന്താണെന്നാൽ, ആദ്യം മുതലേ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ മാത്രമേ മറ്റേയാൾക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയൂ എന്ന്. പക്ഷേ ആരാണ് മരിക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. എന്നാൽ ജെനിഫർ സംഭവിക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ കണ്ടുപിടിച്ചു എന്നും ജൂൺ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു. ചിലർ പറയുന്നത് ഇത് കഴിഞ്ഞ ജന്മത്തിൽ അവർ തമ്മിലുണ്ടായ ബന്ധമാണെന്നും മറ്റു ചിലർ ഇതിനെ ശാപമാണെന്നുമാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ സത്യമെന്താണെന്ന് ഇന്നുവരെ ആർക്കും അറിയില്ല.